Hi students, once again welcome to your class. How are you? Are you fine? Okay, good. I am also fine. Let us start our class. Okay. Our exam is over. Now we are going to start our last term. Today we want to study our fourth chapter, measurement. Do you heard about this word, measurement? Yes. Then what is measurement? What is the meaning measurement? അളവുകൾ. Okay. Then say the spelling measurement. 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 And all of you write this word 5 times in your notebook and study well. Okay, spelling. Then all of you take your textbook, page number 92, chapter 4. In the first standard, we learned measurement. Do you remember? Handspan, pace. Okay, ഇതൊക്കെ ഓർമ്മയില്ലേ? ഹാൻഡ് സ്പാനും പേസൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ വി ലേൺഡ് മെഷറിംഗ് ലെങ്ത്ത്, മെഷറിംഗ് വെയ്റ്റ് ആൻഡ് മെഷറിംഗ് കപ്പാസിറ്റി. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ദെൻ ലെറ്റ് us study once again. Okay. Then here there are some questions. We want to do it now. Whose hand is longer? Rohan's or his mother's? ഇപ്പം എന്താണ് നിങ്ങൾ നിങ്ങളുടെ പേരൻസ് അമ്മയുടെ ഒക്കെ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കത്തില്ലേ? അമ്മ ആരുടെ കൈയാണ് വരുന്നതെന്നൊക്കെ ചോദിക്കാറില്ലേ? അതുപോലെ രോഹൻ ഇങ്ങനെ വെച്ച് നോക്കുവാണ്. ഇപ്പോൾ രോഹൻ്റെ ആണോ രോഹൻ്റെ മദറിൻ്റെ ആണോ ഈ ഹാൻഡ് സ്പാൻ വലുത് അല്ലേ? അല്ലെ കൈ വലുതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ നോക്കുന്നത്? ഈ ഹാൻഡ് സ്പാൻ വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ അവിടെ ആയിരിക്കും. ക്യാൻ യു സേ ഹൂസ് ഹാൻഡ് ഈസ് ലോങ്ങർ, രോഹൻസ് ഓർ ഹിസ് മദർ? യെസ്, രോഹൻസ് മദർ. ദെൻ യു റൈറ്റ് രോഹൻസ് മദർ ഹിയർ. ഓക്കെ. Then second question, what does this measure? Take the right answer. Do you know which machine is this? എന്താണ്? പാൻ ബാലൻസ് അല്ലെങ്കിൽ എന്താണ് വെയിങ് സ്പാൻ എന്നൊക്കെ പറയാം അല്ലേ? വെയിങ് സ്കെയിൽ. ഓക്കെ. ഈ വെയിങ് സ്കെയിൽ അല്ലെങ്കിൽ പാൻ ബാലൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ലെങ്ത്ത് മെഷർ ചെയ്യാനാണോ, വെയിറ്റ് ആണോ, അതോ കപ്പാസിറ്റി ആണോ? അതായിരിക്കും. യെസ്, വെയിറ്റ്. ദെൻ ടിക്ക് വെയിറ്റ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ടിക്ക് ദ ഒബ്ജക്റ്റ് ദാറ്റ് ഹാസ് ഗ്രേറ്റർ കപ്പാസിറ്റി ഇൻ ഈച്ച് പെയർ. ഇവിടെ ഓരോ പെയർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്രേറ്റർ കപ്പാസിറ്റി ഏതാണെന്ന് നോക്കുക. ഹിയർ ടീപോട്ട് ആൻഡ് കപ്പ്. വിച്ച് കണ്ടെയ്ൻ മോർ കപ്പാസിറ്റി? ടീപോട്ട് ഓർ കപ്പ്? യെസ്, ടീപോട്ട് ആണല്ലേ. ദെൻ യു റൈറ്റ് ടിക്ക് ഹിയർ, ടീപോട്ട്. ദെൻ സെക്കൻഡ് വൺ, ദർ ഇസ് എ basket and bowl. Which one contain more capacity? Yes, basket. Then you tick here. Okay. Then writing over. Then next we want to study measuring length. മെഷറിംഗ് ലെങ്ത്ത്. എന്താണ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ? നീളം. വി യൂസ് എ സ്കെയിൽ ഓർ റൂളർ ടു മെഷർ ഷോർട്ട് ലെങ്ത്ത് സച്ച് ആസ് ലെങ്ത്ത് ഓഫ് നോട്ട്ബുക്ക് ആൻഡ് പെൻസിൽ അല്ലേ? നോട്ട്ബുക്കിൻ്റെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെയും പെൻസിലിൻ്റെ ഒക്കെ ലെങ്ത്ത് അളക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? സ്കെയിൽ ഓർ റൂളർ. വി യൂസ് സ്കെയിൽ ഓർ റൂളർ ടു മെഷർ ദ ലെങ്ത്ത് ഓഫ് ബുക്ക് ഓർ പെൻസിൽ എക്സെട്ര. വി മെഷർ ഷോർട്ട് ലെങ്ത് ഇൻ സെൻറ്റിമീറ്റർ. ഈ സ്കെയിലും റൂളൊക്കെ ഉപയോഗിച്ചിട്ട് ഏത് യൂണിറ്റാണ്? സെൻറ്റിമീറ്റർ അല്ലേ? നിങ്ങൾക്കറിയാം, സ്കെയിൽ കണ്ടിട്ടില്ലേ? സ്കെയിലൊക്കെ അടയാളത്തേക്കുന്ന മെഷർമെൻറ്റ് ഏതാണ്? സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്യുക ഒരു സ്കെയിൽ അല്ലേ? അവിടുന്ന് 1 ഉണ്ട്. ആ 1ലേക്കുള്ള ലെങ്തിനാണെന്ന് പറയാം സെൻറ്റിമീറ്റർ. അതിനിടയ്ക്ക് കുറേ ചെറിയ ലൈനുണ്ട്, അത്
മില്ലിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 10 മില്ലിമീറ്റർ 10 ലൈൻ ഉണ്ടാവും. ആ 10 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് എന്താകുക 1 സെൻറ്റിമീറ്റർ. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. 0യിൽ നിന്ന് 1ലേക്കുള്ള ലെങ്ത്ത് അതിനാണെന്ത് പറയുക സെൻറ്റിമീറ്റർ. വി യൂസ് സെൻറ്റിമീറ്റർ ടു മെഷർ ഷോർട്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെയും പെൻസിൻ്റെയും ഒക്കെ നീളം അളക്കാൻ എന്താ ഉപയോഗിക്കുക സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് cm സെൻറ്റിമീറ്റർ. വി യൂസ് മെഷറിംഗ് റോഡ് ഓർ മെഷറിംഗ് ടേപ്പ് ടു മെഷർ തിങ്സ് ദാറ്റ് ആർ ലോങ് സച്ച് ആസ് സാരി ഓർ ദ ലെങ്ത് ഓഫ് എ റൂം. എന്താണ് കുറച്ചുകൂടി വലിയത് അല്ലേ, നോട്ട്ബുക്കിനേക്കാളിലും അല്ലെ പെൻസിലിനേക്കാളിലൊക്കെ കുറച്ചുകൂടി വലിപ്പമുള്ളത്. ഇപ്പോൾ റൂമിൻ്റെ ലെങ്ത്ത് അല്ലെ ഒരു സാരിയുടെ ലെങ്ത്ത് അല്ലേ, ഇതൊക്കെ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വി യൂസ് ടേപ്പ് ഓർ മെഷറിംഗ് റോഡ്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ടൈലറിൻ്റെ ഒക്കെ ഇരിക്കുന്ന ടേപ്പ് കണ്ടിട്ടില്ലേ, ഇതേപോലത്തെ ടേപ്പ് ഉണ്ട്. ഇതാണിത് എന്തിനു ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി വലിയ നീളം അല്ലേ അല്ലെ കൂടുതൽ ലെങ്തി ആയിട്ടുള്ളത് മെഷർ ചെയ്യാൻ ടേപ്പോ അല്ലെങ്കിൽ റോഡോ ഉപയോഗിക്കുന്നു. ഇനി ആ യൂണിറ്റ് ഏതാണ് വി മെഷർ ലോങ് ലെങ്ത് ഇൻ മീറ്റർ. ലോങ് ലെങ്ത് എന്തിനാണ് അളക്കുന്നത് മീറ്റർ METR മീറ്റർ. ഷോർട്ട് ഫോം M. ഇപ്പോൾ സാരി അല്ലെങ്കിൽ ക്ലാസ് റൂമിൻ്റെ ലെങ്ത്ത് അല്ലെ വീടിൻ്റെ റൂമിൻ്റെ ലെങ്ത്ത് ഇതൊക്കെ മെഷർ ചെയ്യാൻ വി യൂസ് മീറ്റർ. ദെൻ 100 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ. എന്താണ് ചെറിയ ദൂരമൊക്കെ ആണെങ്കിൽ സെൻറ്റിമീറ്ററിലാണ് അളക്കുന്നത് അല്ലേ. അപ്പോൾ ഈ എത്ര സെൻറ്റിമീറ്റർ ചേരുമ്പോഴാണ് 1 മീറ്റർ ആവുക. ദാറ്റ് ഈസ് 100 സെൻറ്റിമീറ്റർ മേക്ക് 1 മീറ്റർ. അപ്പോൾ നിങ്ങളിത് ബൈഹാർട്ട് പഠിക്കുക കേട്ടോ, എക്സാമിന് ചോദിക്കാം 1 മീറ്റർ ഇസ് ഈക്വൽ ടു ഡാഷ് സെൻറ്റിമീറ്റർ. എത്രയായിരിക്കും 1 മീറ്റർ എന്താണ് 100 സെൻറ്റിമീറ്റർ ഓർ 100 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ. സ്കെയിലിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ സ്കെയിൽ എത്ര സെൻറ്റിമീറ്റർ ആണ് 0യിൽ നിന്ന് എത്ര നമ്പർ വരെ ഉണ്ട് 50. ഇപ്പം ഇതെന്താണ് ഒരു 50 സെൻറ്റിമീറ്റർ ഉള്ള സ്കെയിലാണിത്. വി മെഷർ ലോങ് ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ അല്ലേ. കുറച്ച് ദൂരം നിങ്ങളുടെ വീടും നമ്മുടെ സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് മെഷർ ചെയ്യാൻ എന്താ ഉപയോഗിക്കുക മീറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ സെൻറ്റിമീറ്റർ പറ്റുമോ ഇല്ല. ദെൻ വി വാണ്ട് ടു മെഷർ ലോങ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ദൂരം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ലോങ് ഡിസ്റ്റൻസ് വി യൂസ് കിലോമീറ്റർ. ലോങ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കിലോമീറ്റർ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് km കിലോമീറ്റർ അല്ലേ. അപ്പം 3 ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ് പഠിച്ചു അല്ലെ യൂണിറ്റ്സ് പഠിച്ചു. ഏതൊക്കെയാണ് സെൻറ്റിമീറ്റർ മീറ്റർ ആൻഡ് കിലോമീറ്റർ അല്ലേ. ഏറ്റവും ചെറുതാണ് സെൻറ്റിമീറ്റർ, ദെൻ മീറ്റർ ആൻഡ് കിലോമീറ്റർ. Do you understand? Okay. Signboard or kilometer stone shows the distance in kilometers to a particular place from where you are. ഇവിടെ ഒരു മൈൽ സ്റ്റോൺ കാണാം. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഇതിൽ എഴുതിയിട്ടുള്ള സ്ഥലത്തേക്കുള്ള ദൂരമാണ് അല്ലേ. സെൻറ്റിമീറ്റർ മീറ്റർ ആൻഡ് കിലോമീറ്റർ ആർ കാൾഡ് യൂണിറ്റ്സ് ഫോർ മെഷറിംഗ് ലെങ്ത്ത്. ലെങ്ത്ത് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ്സ് ആണ് ഏതൊക്കെ സെൻറ്റിമീറ്റർ മീറ്റർ ആൻഡ് കിലോമീറ്റർ. അണ്ടർസ്റ്റാൻഡ്. എത്ര സെൻറ്റിമീറ്റർ ആണ് ഹൗ മെനി സെൻറ്റിമീറ്റർ മേക്ക് 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ മേക്ക് 1 മീറ്റർ. ദെൻ 1 കിലോമീറ്റർ എത്ര ആയിരിക്കും അപ്പം 1 കിലോമീറ്റർ മീൻസ് 1000 മീറ്റർ. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. 1000 മീറ്റർ ചേരുമ്പോഴാണ് 1 കിലോമീറ്റർ ആവുക. ഓക്കെ. ദെൻ ഹിയർ some exercise. Listen. Exercise 4.1. Name the unit you use to measure each of the following. താഴെ കൊടുത്തിരിക്കുന്നത് മെഷർ ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത് ഏത് യൂണിറ്റ് ആണ്. ഓക്കെ. ഫസ്റ്റ് വൺ ദ ലെങ്ത് ഓഫ് എ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡിൻ്റെ ലെങ്ത് നോക്കാൻ എന്താ ഉപയോഗിക്കുക മീറ്റർ. and you write in meter here. First one meter. Then second question, the length of a bed sheet.
അല്ലേ? നമ്മൾ ബെഡിൽ വിരിക്കുന്ന ഷീറ്റ്, ബെഡ്ഷീറ്റിൻ്റെ ലെങ്ത് എന്തിൽ അളക്കുക? ഏത് യൂണിറ്റ് ആണ്? യെസ്, മീറ്റർ. ദെൻ തേർഡ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂഡൽഹി ആൻഡ് ജയ്പൂർ. ഇപ്പോൾ രണ്ട് പ്ലേസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതെന്താ ഉപയോഗിക്കുക? ഏത് യൂണിറ്റ് ആണ്? യെസ്, കിലോമീറ്റർ. തേർഡ് വൺ, കിലോമീറ്റർ. കിലോമീറ്റർ. ദെൻ ലാസ്റ്റ്, ദ ലെങ്ത് ഓഫ് യുവർ ലഞ്ച് ബോക്സ്. നിങ്ങൾ ഫുഡ് കൊണ്ടിരുന്ന ലഞ്ച് ബോക്സ് മെഷർ ചെയ്യാൻ ഏതാ യൂണിറ്റ് ഉപയോഗിക്കുക? യെസ്, സെൻറ്റിമീറ്റർ. റൈറ്റിംഗ് ഓവർ. ഓക്കെ, എന്താ നമ്മൾ പഠിച്ചത്? മെഷറിങ് ലെങ്ത് അല്ലേ? വിച്ച് ആർ ദ യൂണിറ്റ്സ് വി യൂസ് ടു മെഷർ ദ ലെങ്ത്? സെൻറ്റിമീറ്റർ, മീറ്റർ ആൻഡ് കിലോമീറ്റർ. ദെൻ നെക്സ്റ്റ് വൺ, മെഷറിങ് വെയ്റ്റ്. റൈറ്റിംഗ് ഓവർ. To find out how heavy an object is, we must find its weight. അല്ലേ? ഒരു സാധനം എത്ര ഹെവിയാണ് അല്ലെ, എത്ര ഭാരമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. വി ക്യാൻ വെയ് ആൻ ഒബ്ജക്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബാലൻസ്. സാധാരണയായിട്ട് നമ്മൾ വെയിറ്റ് നോക്കുന്നത് എങ്ങനെയാണ്? ബാലൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇൻ എ പാൻ ബാലൻസ്, ദ പാൻ വിച്ച് ഈസ് ഹെവിയർ ടിൽസ് ഡൗൺ. എന്താണ് പാൻ ബാലൻസിൽ? അല്ലെ, രണ്ട് തട്ടുണ്ടാവും. അതിൽ ഭാരം കൂടുതലാണെങ്കിൽ താണു നിൽക്കും, ഭാരം കുറവാണെങ്കിൽ എന്ത് ചെയ്യും? പൊന്തി നിൽക്കും. അല്ലേ? അങ്ങനെയാണ് നമ്മളതിൻ്റെ വെയിറ്റ് മനസ്സിലാക്കുന്നത്. ഇൻ എ വെയിങ് മെഷീൻ വി ക്യാൻ ഡയറക്ട്ലി റീഡ് ദ വെയിറ്റ്. വി മെഷർ വെയിറ്റ് ഇൻ ഗ്രാം ഓർ കിലോഗ്രാം. നിങ്ങൾ ബേക്കറിയിലൊക്കെ കണ്ടിട്ടില്ലേ? വെയിങ് മെഷീൻ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തെങ്കിലും തിങ്സ് വെച്ച് കൊടുത്താൽ എന്ത് ചെയ്യും? അതിൻ്റെ മെഷർമെൻറ്റ് ഇങ്ങനെ എഴുതി കാണിക്കും ഇവിടെ, അല്ലേ? അപ്പോൾ അത് എന്തിനാണ് എഴുതി കാണിക്കുന്നത്? ഗ്രാം ആയിട്ടും കിലോഗ്രാം ആയിട്ടും. അപ്പോൾ വെയിറ്റ് ഇളക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ യൂണിറ്റ് ഏതൊക്കെയാണ്? ഗ്രാം ആൻഡ് കിലോഗ്രാം. ഗ്രാം ആൻഡ് കിലോഗ്രാം. കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ഗ്രാമിൽ മെഷർ ചെയ്യും. ഇനി വളരെ കൂടുതലാണെങ്കിൽ, ഹെവി ആയിട്ടാണെങ്കിൽ എന്ത് ചെയ്യും? കിലോഗ്രാമിൽ മെഷർ ചെയ്യും. ദെൻ 1 കിലോഗ്രാം ഇസിക്കൽ ടു 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോഗ്രാമിൻ്റെ ഷോർട്ടാണ് kg. ഗ്രാമിൻ്റെ ഷോർട്ട് g ആണ്. kg ആൻഡ് g. ദെൻ 1 കിലോഗ്രാം ഇസിക്കൽ ടു how much gram? 1000 gram. അതായത് 1000 gram ആണെന്ത്? 1 കിലോഗ്രാം. സ്മോളർ യൂണിറ്റ്സ് ആർ യൂസ്ഡ് ടു ലൈറ്റർ ഒബ്ജക്റ്റ്. ഇനി തീരെ കുറച്ച് ഒബ്ജക്റ്റ് ഉള്ളെങ്കിലോ ഇതിനേക്കാൾ ചെറിയൊരു യൂണിറ്റ്, അതാണ് മില്ലിഗ്രാം ആണ് ഉപയോഗിക്കുക. ഓക്കെ, മില്ലിഗ്രാം. ദെൻ എക്സർസൈസ്, ടിക്ക് ദ ലൈറ്റർ പാൻ. ഓരോ ബോക്സിലും പാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാണ്ട് ടു ടിക്ക് ദ ലൈറ്റർ പാൻ. ലൈറ്റർ പാൻ മീൻസ് ഭാരം കുറഞ്ഞ പാൻ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. വാട്ടർ മെലൺ ഉണ്ട്, ആപ്പിളുണ്ട്. ഏതായിരിക്കും വെയിറ്റ് കുറഞ്ഞത്? ആപ്പിൾ അല്ലേ? അതുകൊണ്ടാണത് പൊന്തി നിൽക്കുന്നത്. അപ്പോൾ എന്ത് ടിക്ക് ചെയ്യുക? ലൈറ്റർ പാൻ ടിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, പപ്പി ആൻഡ് റാറ്റ്. ആരാണ് ലൈറ്റർ? ഇസ് ഇറ്റ് പപ്പി ഓർ റാറ്റ്? റാറ്റ് അല്ലേ? റാറ്റിൻ്റെ തട്ടാണെന്ത്? പൊന്തി നിൽക്കുന്നത്. അപ്പോൾ ഭാരം കൂടുതലാണെങ്കിൽ താണു നിൽക്കും, ഭാരം കുറവാണെങ്കിൽ പൊന്തി നിൽക്കും. ഹെവിയർ ആണെങ്കിൽ അല്ലേ? ഇതാണ് ഇവിടെ ഹെവിയർ. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യുക ലൈറ്റർ ആയിട്ടുള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ക്രോസ് ഹെവിയർ പാൻ. ഹെവിയർ പാൻ ക്രോസ് ചെയ്യാം. സ്കൂൾ ബാഗ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്. വിച്ച് വൺ ഈസ് ഹെവിയർ? സ്കൂൾ ബാഗ്. ദെൻ ടിക്ക് ഹിയർ. ദെൻ നെക്സ്റ്റ് വൺ, ബുക്ക് ആൻഡ് കോയിൻ. വിച്ച് വൺ ഈസ് ഹെവിയർ? ബുക്ക്. ദെൻ ടിക്ക് ഹിയർ. ഓക്കെ.
വെയിറ്റ് മെഷർ ചെയ്യാനുള്ളതാണെന്ത് ഗ്രാം ആൻഡ് കിലോഗ്രാം. ദെൻ 1 കിലോഗ്രാം 1000 ഗ്രാം. ഇത് ബൈ ഹാർട്ട് ആക്കുക കേട്ടോ. എക്സാമിന് ചോദിക്കും 1 കിലോഗ്രാം ഇസിക്കൽ ടു ഡാറ്റ് ഗ്രാം എത്രയാണ്? യെസ് 1000 ഗ്രാം. ദെൻ നെക്സ്റ്റ് വൺ മെഷറിംഗ് കപ്പാസിറ്റി. മെഷറിംഗ് കപ്പാസിറ്റി. By capacity we mean the amount of container can hold. Capacity എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? Capacity means the amount the container can hold. അതായത് ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ കൊള്ളുന്ന അളവിലാണെന്ന് പറയുക കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. എ ബിഗ് ബോട്ടിൽ ക്യാൻ ഹോൾഡ് മോർ മിൽക്ക് ദാൻ എ സ്മോളർ ഗ്ലാസ്. അല്ലേ? ഒരു ബിഗ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ബോട്ടിലിൽ ഒരു ഗ്ലാസ്സിൽ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാവും, അതിൽ കൂടുതൽ മിൽക്ക് കൊള്ളും. അല്ലേ? ഫോർ എ പാക്കറ്റ് ഓഫ് മിൽക്ക് ഇൻ എ ലാർജ് വെസൽ. ഒരു പാക്കറ്റ് പാല് ആ ഒരു വെസലിലേക്ക് ഒഴിച്ചാൽ ഹിയർ ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ വെസൽ ഈസ് കോൾഡ് വോളിയം ഓഫ് മിൽക്ക്. അപ്പോൾ ആ പാക്കറ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ വെസലിൻ്റെ കണ്ടെയ്നർ അല്ലെങ്കിൽ വെസലിൻ്റെ ഉള്ളളവിനാണെന്ന് പറയാം അതിൻ്റെ കപ്പാസിറ്റി. എത്ര പാല് കൊള്ളും അല്ലേ, എത്ര സാധനം കൊള്ളുമോ അതാണ് അതിൻ്റെ കപ്പാസിറ്റി. ദ ക്വാണ്ടിറ്റി ഓഫ് എ മിൽക്ക് ഇൻ ദ വെസൽ ഈസ് കാൾഡ് ദ വോളിയം ഓഫ് മിൽക്ക്. അല്ലേ? ആ പാത്രത്തിൽ കൊള്ളുന്ന അളവിനാണെന്ന് പറയാം ആ പാലിൻ്റെ വോളിയം അല്ലെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. വി മെഷർ കപ്പാസിറ്റി ഇൻ ലിറ്റർ ആൻഡ് മില്ലി ലിറ്റർ. സാധാരണയായിട്ട് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത് ലിറ്റർ ആൻഡ് എൻ മില്ലി ലിറ്റർ. ml. മില്ലി ലിറ്ററിൻ്റെ ഷോർട്ടാണ് ml, ലിറ്റർ L. വി ക്യാൻ മെഷറിംഗ് കപ്പാസിറ്റി ബൈ യൂസിങ് ലിറ്റർ ആൻഡ് മില്ലി ലിറ്റർ. ദെൻ 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1 ലിറ്റർ എന്താണ്? യെസ് 1000 മില്ലി ലിറ്റർ. 1000 മില്ലി ലിറ്റർ ചെയ്യുമ്പോഴാണ് 1 ലിറ്റർ ആവുക. നിങ്ങൾ പാലൊക്കെ മേടിക്കാറില്ലേ നമ്മൾ അല്ലേ? 500 അല്ലെ 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 ഗ്രാം. 500 മില്ലി ലിറ്റർ ആണ് അല്ലേ? ml ആണ് 500 ml അല്ലേ? അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാലോ 1000 മില്ലി ലിറ്റർ ഓർ ml. We use containers of standard capacity to measure the വോളിയം ഓഫ് ലിക്വിഡ്. അല്ലേ? നമ്മൾ പാൽക്കാരൻ്റെയിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ പാത്രങ്ങൾ? 1 ലിറ്ററിൻ്റെ വെസലുണ്ട്, പിന്നെ 500 ml ഉണ്ടാവും, 200 ml ഒക്കെ ഉണ്ട് അല്ലേ? മെഷറിംഗ് സിലിണ്ടേഴ്സ് ആർ ഓൾസോ യൂസ്ഡ് ടു മെഷർ കപ്പാസിറ്റി. അപ്പോൾ ഇതൊക്കെ എന്താണ്? സ്റ്റാൻഡേർഡ് കണ്ടെയ്നേഴ്സ് ആണ് ടു മെഷർ ദ കപ്പാസിറ്റി. Then next exercise 4.3. Name the unit you use to measure each of the following. That you should write after the class. Okay. ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത് ഓരോന്നും അളക്കാനുള്ള നെയിം ദ യൂണിറ്റ്സ് ആണ് എഴുതേണ്ടത് അല്ലേ? ഫസ്റ്റ് വൺ എ ബോട്ടിൽ ഓഫ് ഷാമ്പു. ഷാമ്പു അളക്കുന്ന അല്ലെ ഷാമ്പു മേടിക്കുന്ന ബോട്ടിലിൻ്റെ അളവ് എത്ര ആയിരിക്കും? അത് ഏത് യൂണിറ്റാണ് ഉപയോഗിക്കുക? സെൻറ്റിമീറ്റർ ആണോ, മീറ്റർ ആണോ, അതോ മില്ലി ലിറ്റർ ആണോ, ഗ്രാം ആണോ എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? യെസ് മില്ലി ലിറ്റർ. ml എന്നാണ് അല്ലേ? അതേപോലെ ബാക്കിയുള്ളത് റൈറ്റ്. ദെൻ നെക്സ്റ്റ് ടു സ്റ്റേ ഹെൽത്തി ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 5 and 8 ഷുഡ് ഡ്രിങ്ക് 1 ലിറ്റർ വാട്ടർ എവറി ഡേ. എന്താണ്? ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അല്ലെ ഹെൽത്തി ആവണമെങ്കിൽ 5നും 8നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ ഡെയിലി 1 ലിറ്റർ വാട്ടർ കുടിക്കണം. ദെൻ ഹൗ മച്ച് ഈസ് ദിസ് ഇൻ മില്ലി ലിറ്റർ? അപ്പോൾ 1 ലിറ്റർ വാട്ടറാണ് കുടിക്കേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് എത്ര മില്ലി ലിറ്റർ ആയിരിക്കും? 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. ദെൻ യു റൈറ്റ് 1000 ഹിയർ.
Then next one, solve this crossword puzzle. Cross എന്ന് പറയുമ്പോൾ ക്രോസ് എന്താണ്? ഇങ്ങനെ എഴുതാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെയിറ്റ് ഓഫ് 20 ആപ്പിൾസ് ഈസ് 5 ഡാഷ്. 20 ആപ്പിളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 എന്തായിരിക്കും? സ്റ്റാർട്ടിംഗ് ലെറ്റർ കെ ആണ്. ആൻസർ എന്താണ്? യെസ്, കിലോഗ്രാം. എന്താണ്? കിലോഗ്രാം. കിലോഗ്രാംസ് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക കേട്ടോ, കിലോഗ്രാംസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് എ ഹാൾ ഈസ് 12 ഡാഷ്. ഒരു ഹാളിൻ്റെ ലെങ്ത് 12 എന്താണ്? ഇസ് ഇൻ മീറ്റർ ഓർ സെൻറ്റിമീറ്റർ? യെസ്, മീറ്റർ. സെക്കൻഡ് വൺ, മീറ്റർ. ദെൻ തേർഡ് വൺ, അത് താഴേക്ക് എഴുതാനാണ് കേട്ടോ, ഡൗൺവേർഡ് ആണ്. എ ഷോപ്പ് കീപ്പർ ഹാസ് എ സിമ്പിൾ ഡാഷ് ടു മെഷർ വെയിറ്റ്. ഷോപ്പ് കീപ്പറിൻ്റെ എന്താ ഉണ്ടാവുക? സിമ്പിൾ ഡാഷ് ടു മെഷർ വെയിറ്റ്. വെയിറ്റ് മെഷർ ചെയ്യാനുള്ള സിമ്പിൾ ബാലൻസ് അല്ലേ? തേർഡ് വൺ, ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ബാലൻസ്, BALANCE, ബാലൻസ്. ദെൻ ലാസ്റ്റ് വൺ, ദ വെയിറ്റ് ഓഫ് ആൻ ഇറേസർ ഈസ് 15 ഡാഷ്. 15 gram. Okay, writing over. The next one, take the correct weight that will balance the scale. First one has been done there. നമ്മൾ ചെയ്യേണ്ടതാണ് ടിക്ക് ദ കറക്റ്റ് വെയിറ്റ്. ഇവിടെ 3 വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള ടിക്ക് ചെയ്യണം. ഇത് ബാലൻസ് ചെയ്യാൻ ഫസ്റ്റ് വൺ നോക്കിയേ. ലിസൺ, ഫസ്റ്റ് വൺ 5 കിലോഗ്രാം. ഒരു പാനിൽ 5 കിലോഗ്രാം. നെക്സ്റ്റ് 2 കിലോഗ്രാം ആൻഡ് 1 കിലോഗ്രാം. 2 കിലോഗ്രാമിൻ്റെ വെയിറ്റും 1 കിലോഗ്രാമിൻ്റെ വെയിറ്റുമാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ എത്ര? 3 ആയിട്ടുള്ളൂ അല്ലേ? പിന്നെ എത്ര കൂടി വേണം? യെസ്, 2. ദെൻ ടിക്ക് 2. സെക്കൻഡ് വൺ 10 കിലോഗ്രാം വേണം. നെക്സ്റ്റ് പാനിൽ എത്ര ഉണ്ട്? 5, 2 and 1. That all make 80 kilogram. Then how much we want to put here, or which weight? Yes, 2 kilogram. Then tick here 2 kilogram. ഈ 2 കിലോഗ്രാമിൻ്റെ വെയിറ്റും കൂടെ ഇവിടെ വെച്ചാൽ എന്താകുക? ഇത് രണ്ടും ഈക്വൽ ആവുള്ളൂ. ഓക്കെ. ദെൻ തേർഡ് വൺ 10 കിലോഗ്രാം. ദെൻ 5 കിലോഗ്രാം. ഇത്രയൊക്കെ ഇവിടെ 5 കൂടി വെക്കണം അല്ലേ? 10 ആവണമെങ്കിൽ ദെൻ ടിക്ക് 5 കിലോഗ്രാം. ദെൻ ലാസ്റ്റ് വൺ 20 കിലോഗ്രാം. 10 കിലോഗ്രാം ആൻഡ് 5 കിലോഗ്രാം. ദാറ്റ് മേക്ക് 15 കിലോഗ്രാം. ദെൻ വിച്ച് വൺ വി വാണ്ട് ടു പുട്ട് ഹിയർ? 15, 20 ആണെങ്കിൽ യെസ് 5. ദെൻ ടിക്ക് 5 കിലോഗ്രാം. ഓക്കെ. That is all about this chapter. Now we are going to wind up our class. Then say once again what we learned today. Today we learned about measurement. Then say one by one. First we learned measuring length. Which are the units we used to measure length? Centimeter, meter and kilometer. Then next measuring weight. Then say which are the units we use? Gram and kilogram. Then last one measuring capacity. Then say which are the units? Liter and milliliter. Okay, do you understand well? Then all of you study well. Then let's see next class. Okay, thank you.